PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ. കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. ചുങ്കത്തറ തലഞ്ഞി മദർ വൊറോനിക്ക സ്പെഷ്യൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. എടക്കര സ്വദേശി മധുരക്കറിയൻ അലവിക്കുട്ടിയുടെ മകൻ ജിബിൻ മോനാണ് ക്രൂരമർദ്ദനമേറ്റത്. ഭിന്നശേഷിക്കാരനായ ജിബിൻ മോൻ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് സ്കൂളിലേക്ക് പോകാറ്. 24 വയസ്സുണ്ടെങ്കിലും 4 വയസ്സുകാരന്റെ ബുദ്ധിയുള്ള ജിബിൻ മോനെ ക്രൂരമായി മർദ്ദിച്ചു. സ്കൂളിൽ നിന്നും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഫെനോയിലുമായി വീട്ടിലേക്ക് പുറപ്പെട്ട ജിബിൻ മോന്റെ ഇലക്ട്രിക് സ്കൂട്ടർ പാതിവഴിയിൽ ചാർജ് തീർന്നു പോവുകയും വഴിയിൽ നിൽക്കുകയും ചെയ്തപ്പോഴാണ് ക്രൂരമർദ്ദനമേറ്റതെന്ന് പിതാവ് പറയുന്നു. എൻ്റെ മോന് തലങ്ങി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഗാർമഗിരിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അവന് രാവിലെ ഒരു 11 മണിയായപ്പോൾ അവനെന്ത് സ്കൂളിൽ വേണ്ടിയിട്ട് പോയി ഒരു പെനാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പെനാല് വാങ്ങാൻ പോയിക്കാണ്ട് മടങ്ങി വന്നപ്പോൾ അവൻ്റെ വണ്ടി അപ്പോൾ ഒരു കറണ്ട് സ്കൂട്ടിയാണ്. ഞാനൊരു കറണ്ട് സ്കൂട്ടി വാങ്ങിയിട്ടുണ്ട്. അത് ലൈസൻസ് ഇതൊന്നും വേണ്ടാത്തൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയും കൊണ്ടാണ് അവൻ പോയത്. അവൻ മടങ്ങി വന്നപ്പോൾ അതിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ ഈ കാട്ടിച്ചിറ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ അവൻ ചാർജ് കുത്താൻ വേണ്ടി കയറിയെന്ന് പറഞ്ഞത്. ഈ ചാർജ് കുത്താൻ വേണ്ടി കയറിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ആ വീട്ടുകാർ ഇവന് MDM ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് അങ്ങനെ ഇടയ്ക്കറിന് ഇവനെ ബാക്കിക്കാരെ വിളിച്ചുകാണ്ട് അവർ വന്ന പാടെ ഇവനിട്ടുകാണ്ട് നല്ലോണം അടിച്ചേക്കാണ് ഒരു ഗ്രൗണ്ടിലിട്ടുകാണ്ട്. ആ അടി നല്ല അടി അടിച്ചു. അപ്പോൾ കുറേ കണ്ട ആൾക്കാർ പറഞ്ഞു ഇവന് സുഖമില്ലാത്ത കുട്ടിയല്ലേ, ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, ഇവനെ അടിക്കണോ, എന്തിനാ ഇങ്ങനെ അടിക്കണേ ചോദിക്കുന്നതോ ആൾക്കാർ. അതിൽ ഇവരൊന്നും വിട്ടുകൊടുക്കുന്നില്ലായിരുന്നു, വീണ്ടും അടിക്കണമെന്നാണ് അതിൽ ഓല് പറഞ്ഞു. അപ്പോൾ ഈ കണ്ട തെളിവൊക്കെ ഉണ്ട്, ഇവരെ വിളിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരെന്ത് പറയും, പിന്നെ എൻ്റെ ഒരു അനുജുണ്ട് ചുങ്കത്തറ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഈ കുട്ടിനെ പറ്റി അറിയുന്ന ആൾ ഇവൻ്റെ അനുജുണ്ട്, ഇവൻ്റെ ഈ കുട്ടിൻ്റെ വാപ്പാൻ്റെ അനുജുണ്ട് ചുങ്കത്തറ കച്ചവടം. അതിനെ വിളിച്ച് പറയാറുണ്ട്. ഓനെ വിളിച്ച് എത്തിയിട്ടാണ് ഇവനെ കൊണ്ടുപോയത്. അപ്പോൾ ഇവൻ്റെ പോയ വണ്ടിയൊക്കെ അവരെ അടിച്ച് ആകെ തകർത്തിട്ടുണ്ട്. 24 വയസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4 വയസ്സിൻ്റെ ബുദ്ധിയുള്ളൂ ഇവന്. 4 വയസ്സിൻ്റെ ബുദ്ധിയുള്ളൂ. ഇവനെ ആരെ കണ്ടാലും ഇങ്ങനെ കാക്ക വിളിച്ചിങ്ങനെ നടക്കുന്ന ആളാണ്. പിന്നീട് നാട്ടുകാർ രക്ഷിച്ച ജിബിൻ മോനെ എടക്കര സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. എടക്കര പോലീസിൽ പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. N4 ന്യൂസ്, എടക്കര. കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ 1000-ൽ പരം തിമിര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തിമിര ശസ്ത്രക്രിയ, വെട്രിയോറെറ്റിന, കോർണിയ, പീഡിയാട്രിക് ഒപ്തൽമോളജി, ഗ്ലൂക്കോമ, ജനറൽ ഒപ്തൽമോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ. ടെക്ടോണ ഐ ഹോസ്പിറ്റൽ, ഊട്ടി റോഡ്, നിലമ്പൂർ, ചന്തക്കുന്ന്. ഫോൺ 9605221501, 0493 122 1501.